ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് സ്വാഗതം. അപ്പം നമ്മുടെ ഇവർ വിവാഹിതരായാൽ എന്ന പരമ്പര ഞാൻ രാത്രി തൊട്ടാണ് ഇനി ഇടുന്നത്. നാളത്തെ വിശേഷം ഇന്ന് തൊട്ട്, അതായത് തലേ ദിവസം നമുക്ക് ഇട്ട് പോകാം കേട്ടോ. അപ്പം നമ്മുടെ വിശേഷത്തിലോട്ട് കടക്കാം. അപ്പം നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ ഒന്ന് ഹൈപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ വെക്കുക കേട്ടോ. അപ്പം നമുക്ക് വിശേഷത്തിലോട്ട് പോയാലോ. അങ്ങനെ നമ്മുടെ അംബികയ്ക്കും ഈ രാത്രി എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു ഇതാണ്. കാരണം നാളെ ഈ സമയം തൻ്റെ മകൾ തങ്ങളെ കൂടെ ഉണ്ടായിരുന്ന, ഈ 10-20 വർഷത്തോളം ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ഞങ്ങളുടെ മകൾ ഇനി ഞങ്ങളൊപ്പം ഉണ്ടാകുമോ നാളെ മുതൽ എന്നൊക്കെയുള്ള പല ചിന്തകളായിരുന്നു. അംബികയ്ക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനാണ്. അച്ചുവേട്ടന് നാളെ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ മകൾ കേക്ക് പറയാൻ പറ്റുമോ അച്ചുവേട്ട എന്നൊക്കെയുള്ള വേവലാതിയാണ് നമ്മുടെ അംബികയ്ക്ക്. അപ്പോൾ അച്യുതൻ പറഞ്ഞു, അംബികേ, നമ്മൾ ഇനി നാളത്തേക്കോ അങ്ങനെ മാറ്റി വയ്ക്കാൻ പറ്റിയ ഒരു കാര്യമല്ല ഇത്. കാരണം നിനക്കറിയാലോ, എൻ്റെ ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതം എങ്ങനെയാണോ എന്താണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ നമ്മളുടെ മകളെ നമ്മൾ സേഫായിട്ട് തന്നെ ഒരു സ്ഥലത്ത് ഏൽപ്പിക്കണം എന്നുള്ള കാര്യത്തിന് ഒരു മാറ്റമില്ല. ആ സമയത്ത് എനിക്ക് എങ്ങനെയാണെന്നറിയില്ല, എത്ര എനർജി എടുത്തിട്ടാണെങ്കിലും ഞാനത് പറയും അംബികെ എന്നൊക്കെ ഇങ്ങനെ പറയണം കേട്ടോ. അപ്പോൾ ഇതേ സമയം നമ്മുടെ സൗഭാഗ്യപുരത്ത് നമ്മുടെ ഭവാനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം ഭൂമി വന്ന് നാളെ ഇങ്ങനെ വീട്ടിൽ ചെറിയൊരു പരിപാടിയുണ്ട്, എല്ലാവരെയും ക്ഷണിച്ചൊക്കെയാണ് ഈ തറവാട്ടിൽ നിന്ന്. അപ്പം ഭവാനിക്ക് അന്നേരം മുതൽ ഒരു ടെൻഷനാണ്. എന്തായിരിക്കും ഇനി ഫാദേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇനി ചിലപ്പോൾ അച്യുതൻ എല്ലാ കാര്യങ്ങളും ഇത് തൻ്റെ മകളല്ല എന്നുള്ളതൊക്കെ വിളിച്ചു പറയാനുള്ള ഒരു ശ്രമത്തിലാണോ, സത്യദാസിൻ്റെ മകളാണ് ഇത് ഭൂമി എന്നുള്ളത് അയാൾ തിരിച്ചറിഞ്ഞോ എന്നൊക്കെയുള്ള പല ചിന്തകളാണ് ഭവാനിയുടെ മനസ്സിൽ കടന്നു പോയത് കേട്ടോ. അപ്പോൾ ഈ ഭൂമി വന്ന് തറവാട്ടിൽ ഇങ്ങനെ വിളിച്ച സമയം മുതൽ ഭവാനി നമ്മുടെ കമാലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്തെങ്കിലും ഉടനെ തന്നെ ചെയ്യണം, ഇനി അധിക സമയമില്ല. നാളെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭവാനിയുടെയും അഞ്ജനയുടെയും വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. കാരണം ഈ സംഭവങ്ങളൊക്കെ, അതായത് ഇനിയിപ്പോൾ അച്യുതൻ എന്താ പറയാൻ പോകുന്നത് എന്നുള്ളതൊന്നും അറിയില്ല. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇനിയിപ്പോൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ഭവാനിയും മോളും ജീവിച്ചിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. കാരണം സത്യദാസ് ഭവാനിയെയും കൊല്ലും, അതുപോലെ അഞ്ജനയെ കൊന്നിരിക്കും. ഇത്രയും വർഷം ഇത്രയും വലിയൊരു ശിക്ഷ സത്യദാസിന് കൊടുത്തു എന്നറിഞ്ഞാൽ ഒരാളും പൊറുക്കാൻ പോകുന്നില്ല ആ ഒരു കാര്യം. അങ്ങനെ ഭവാനിക്ക് ഭയങ്കര ടെൻഷനാവാണ്. അങ്ങനെ ഭവാനിയെ നമ്മുടെ കമാലിനെ വിളിച്ച് അവസാനം ലാസ്റ്റ് കമാലിനെ കിട്ടുകയാണ്. എന്നിട്ട് കമാലിൻ്റെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാണ്. ഇങ്ങനെ ഒരു പരിപാടി നാളെ വെക്കുന്നുണ്ട്, അവരുടെ ഉദ്ദേശം എന്താണ് എന്നൊന്നും അറിയില്ല, അതുകൊണ്ട് ഇനി ഒന്നും നോക്കാനില്ല. അച്യുതനെയും അവൻ്റെ ഭാര്യയെയും മകളെയും മൊത്തത്തിൽ അവരെ കുടുംബം അങ്ങ് കൊന്നേക്കുക, അതിനപ്പുറം ഇനി വേറെ ഒന്നും ചിന്തിക്കാനില്ല. അവർ ജീവനോടെ ഇരുന്നാൽ എൻ്റെ മകളുടെയും ജീവിതത്തിന് പിന്നെ യാതൊരു അർത്ഥവുമില്ല എന്നൊക്കെ പറഞ്ഞ് കമാലിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് എല്ലാം സെറ്റ് ചെയ്യാൻ കേട്ടോ ഭവാനി. അപ്പോഴേക്കും കമാൽ പറഞ്ഞു, മേഡം ഒന്നും കൊണ്ട് വിഷമിക്കേണ്ട, അച്യുതൻ്റെ വീടും കാര്യങ്ങളെല്ലാം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. നാളെ നേരം വെളുത്ത് കഴിഞ്ഞാൽ ജീവനോടെ ഇവരുണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ കമാൽ പറഞ്ഞ് ഭവാനീനെ സമാധാനിപ്പിക്കുന്ന രംഗങ്ങളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ട് നമ്മുടെ കമാൽ കൊടുത്ത ആ ഒരു ആശ്വാസ വാക്കൊക്കെ കേട്ട് ഭവാനിക്ക് സമാധാനമായി. ഭവാനി കിടന്നുറങ്ങിയാണ് കേട്ടോ. ഇതേ സമയം നമ്മുടെ ഭൂമിയും അംബികയും അച്യുതനും ഒരുമിച്ച് കിടക്കുന്ന കേട്ടോ. കാരണം ഇന്ന് ഭൂമി അച്ഛൻ്റെ അമ്മയുടെ കൂടെ കിടക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് അവർ കിടക്കുകയാണ്. അങ്ങനെ ഭൂമി നല്ല ഉറക്കമായി കേട്ടോ. ഈ സമയം നമ്മുടെ അച്യുതൻ വന്ന് അവർ വീടിൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ എന്തോ ഇരിക്കുകയാണ്. ഇരുന്നിട്ട് പല കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുകയാണ്. നാളത്തെ പരിപാടി എന്തൊക്കെയാണ്, നാളത്തെ ഫംഗ്ഷൻ എങ്ങനെയാണ്, ഞാൻ എങ്ങനെയാണത് പറയേണ്ടത് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും അച്യുതൻ ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലിട്ട് ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്തൊക്കെ വന്നിരുന്നാലും നാളെ ഞാൻ ഭൂമി ഞങ്ങളുടെ മകളല്ല, വളർത്തുമകളാണ് എന്നുള്ള കാര്യം പറയുകയും അതോടൊപ്പം തന്നെ സത്യദാസ് സാറിൻ്റെ 10-20 വർഷത്തെ ആ ഒരു കാത്തിരിപ്പിന് ഒരു വിരാമം ഞങ്ങൾ ഭൂമിയുടെ
ഭൂമിയുടെ യഥാർത്ഥ അച്ഛനെ കണ്ടുപിടിച്ചു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കണം. അപ്പോഴേക്കും നമ്മുടെ അംബിക എഴുന്നേറ്റ് വരെയാണ്. എന്താ അച്ചുവേട്ട ഉറങ്ങാത്ത, എന്തിനാ ഉറക്കം കഴിക്കണം, ഒന്നാമത് പാടില്ലാണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് അംബിക വന്ന് അച്യുതനെ കിടക്കാനായിട്ട് വിളിക്കണം. അപ്പോൾ അച്യുതൻ പറഞ്ഞു, നീ കിടന്നോ അംബികയെ, ഞാൻ കുറച്ച് നേരം കൂടെ ഇങ്ങനെ ഇരിക്കട്ടെ, എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ പ്ലാൻ ചെയ്യാനായിട്ടുണ്ട്, നീ മോളെടുത്ത് പോയി കിടന്നോ അംബികയെ ചെല്ലെന്ന് പറഞ്ഞ് നമ്മുടെ അച്യുതൻ നമ്മുടെ അംബികയെ തള്ളി വിടുകയാണ്. കാരണം അവൾ ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ രണ്ടുപേരും ഇല്ലെങ്കിൽ അവൾക്ക് ടെൻഷനാവും. അതുകൊണ്ട് മോളെടുത്ത് പോയി നീ കിടക്കെന്ന് പറഞ്ഞ് നമ്മുടെ അംബികേനെ വിടുകയാണ് കേട്ടോ. അങ്ങനെ അംബിക സങ്കടപ്പെട്ടുകൊണ്ട് പോവുകയാണ്. കാരണം അംബികയ്ക്ക് ഒരു സമാധാനവും ഇല്ല. എന്താണ് ഏതാണ് എന്നൊന്നും അറിയില്ല. ഒന്നാമത് അംബികയുടെ മനസ്സിൽ ഈ അച്യുതൻ പറഞ്ഞു കൊടുത്തേക്കുന്ന ഒരു കാര്യം, അംബികയുടെ മനസ്സിലുള്ള ഒരു ഇത് എന്തെന്ന് വെച്ചാൽ, ഭൂമിനെ ഇങ്ങനെ ഒരു സ്ത്രീയുടെ അരികത്തിൽ നിന്ന് ഇങ്ങനെ, അതായത് ഒരു റോഡിൽ നിന്ന് ഇങ്ങനെ എന്തോ കിട്ടിയതാണെന്നും ആരാ ആ കുട്ടിയുടെ അമ്മ എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ഉള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിൻ്റെ യഥാർത്ഥ സത്യം അതൊന്നും അല്ല. കാരണം അച്യുതനിൽ മാത്രം, അച്യുതൻ്റെ മനസ്സിൽ മാത്രം ആ സത്യങ്ങളൊക്കെ നിന്നാൽ മതി എന്നുള്ളത് വിചാരിച്ചിട്ടായിരിക്കാം അച്യുതൻ അത് അംബികയുടെ കൂടെ പോലും ഈ ഭൂമിനെ എങ്ങനെ കിട്ടിയെന്നോ എന്നൊന്നും അംബികയുടെ അടുത്ത് പോലും പറയാനായിട്ട് ഇത്രയും വർഷത്തിനിടയിൽ ശ്രമിച്ചിട്ടില്ല. അപ്പം എല്ലാ സത്യങ്ങളും അച്യുതൻ നാളെ വെളിപ്പെടുത്താനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസമായപ്പോൾ എഴുന്നേൽക്കുകയാണ്. അപ്പം ഭൂമി പതിവ് പോലെ തന്നെ ഷോപ്പിലോട്ടൊക്കെ പോവുകയാണ്. അപ്പോൾ പോകുമ്പം അച്യുതൻ്റെ അടുത്ത് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. പിന്നെ രാവിലത്തെ മോർണിംഗ് വാക്കും ഒക്കെ പോകുന്നുണ്ട് ഭൂമി. എന്നിട്ടാണ് ഷോപ്പിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ രാവിലത്തെ നടത്തേക്ക് പോകുമ്പോഴത്തേക്ക് ഭൂമി അച്ഛനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഭൂമി ചോദിച്ചായിരുന്നു, അച്ഛാ മുഖം വല്ലാണ്ട് വാടിയിരിക്കുന്നില്ല, എന്തെങ്കിലും വല്ലായ്മയുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അച്യുതൻ പറഞ്ഞു, എനിക്ക് ഒരു കുഴപ്പമില്ല മോളെ, നീ ഹാപ്പിയാണോ എങ്കിൽ അച്ഛനെ ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ടാണ് വീട്ടിൽ വന്ന് പിന്നെ ഫ്രഷ് ആയിട്ട് ഭൂമി ടീ ഷോപ്പിലോട്ട് പോകുന്നത്. അപ്പോൾ പോണതിന് മുന്നേ അച്യുതൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഡെക്കറേഷനും മറ്റുമൊക്കെ ആയിട്ട് ആൾക്കാർ വരും, അച്ഛൻ എല്ലാത്തിനും അവരൊപ്പം നിന്ന് തന്നെ എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. പിന്നെ വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ല അടിപൊളിയായിട്ട് നല്ല സുന്ദരിയായിട്ട് രണ്ടുപേരും ഒരുങ്ങിയിരിക്കണം. ഞാൻ വന്ന് പെട്ടെന്ന് റെഡി ആയിക്കോളാം കേട്ടോ. അപ്പം നമ്മളെ ഗസ്റ്റ് എല്ലാവരും വരും, എല്ലാ പരിപാടികളും സെറ്റായിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭൂമി അച്യുതനെ എല്ലാം ഏർപ്പാട് ചെയ്യണം കേട്ടോ. അപ്പം അന്നേ ദിവസമൊക്കെ രാവിലെ മോർണിംഗ് വാക്കിന് പോയ സമയത്ത് ഭൂമിയുടെ അച്ഛൻ്റെ കാറിന് യാതൊരു കുഴപ്പമില്ലായിരുന്നു കേട്ടോ. കറക്റ്റായിട്ട് വണ്ടി ഓടി, കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് പോലും നിൽക്കാണ്ടൊക്കെ വന്നു. അപ്പം ഭൂമി പറഞ്ഞു, എന്ത് പറ്റി, ഇന്ന് CCTV ഭയങ്കര നല്ല രീതിയിലാണല്ലോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ പറഞ്ഞൊക്കെയാണ് അവർ വന്നത് കേട്ടോ. അപ്പം ഒരു സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഭൂമി നോക്കുമ്പോൾ അച്ഛൻ്റെ സന്തോഷം, അച്ഛൻ ആഗ്രഹിച്ചതുപോലെ ഒരു ഫംഗ്ഷനും കാര്യങ്ങളൊക്കെയാണ് അവിടെ ശരിയാക്കിയത്. അങ്ങനെ പതിവ് പോലെ തന്നെ ഭൂമി ഷോപ്പിലോട്ട് ചെല്ലണം. അപ്പോൾ ലക്ഷ്മിയേട്ടത്തി ചോദിക്കുന്നുണ്ട്, അല്ല മോളെ ഞാൻ വിചാരിച്ചു ഇന്ന് നീ വരില്ല എന്ന്. അപ്പം പറഞ്ഞു, അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ ലക്ഷ്മിച്ചി, നമ്മുടെ അന്നമല്ലേ ഇത്, പിന്നെ ഉച്ച കഴിഞ്ഞൊക്കെ അല്ലേ പരിപാടി, ഞാൻ അപ്പോഴേക്കും പോയാൽ മതി, അവിടെ ബാക്കി കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്, ലക്ഷ്മിയേച്ചി നേരത്തെ അങ്ങ് എത്തിക്കണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാനുള്ള ചായയൊക്കെ ആയിട്ട് ഭൂമി സ്റ്റേഷനിലോട്ടൊക്കെ ചെന്നില്ലേ. അപ്പോൾ എല്ലാവരുടെ അടുത്തും ഒന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ, അതെ വൈകിട്ടത്തെ പരിപാടി ആരും മറന്നുകൊണ്ട് കേട്ടോ, എല്ലാവരും വരണേ കൃത്യസമയത്ത്, എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്, അപ്പോൾ എല്ലാവരും വരണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നേരെ അജയ്ക്കുള്ള ചായയും കൊണ്ട് പോവുകയാണ്. അങ്ങനെ അജയ്ക്ക് ചായ കൊണ്ട് കൊടുക്കുമ്പോൾ, സാറേ ദേ വൈകിട്ടത്തെ ഫംഗ്ഷന് വന്നേക്കണം കേട്ടോ ഭൂമി പറയണം. അപ്പോൾ അജയ് പറയും, ആ അത് കൊള്ളാം, പിന്നെ ഭൂമിയുടെ പരിപാടിക്ക് വരട്ടെ, പിന്നെ ആരുടെ പരിപാടിക്കാണ് പോണത്, ആയിക്കോട്ടെ കേട്ടോ, മറന്നു പോകില്ലേ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാ, അതൊക്കെ വന്നേക്കാടോ എന്നിങ്ങനെ പറയണം കേട്ടോ. എന്നിട്ട് ഭൂമി സന്തോഷമായിട്ട് പോവേണ്. കാരണം ഭൂമിയുടെ അച്ഛനെ അത്രയേറെ സ്നേഹിക്കുന്നുണ്ട് ഭൂമി. ആ അച്ഛൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണ കണ്ടപ്പോൾ അജയ്ക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നുന്നു കേട്ടോ ഭൂമിയെക്കുറിച്ച്. അപ്പോഴാണ് അജയ് പല കാര്യങ്ങളും ഭൂമിയെക്കുറിച്ച് ഓർക്കണത്. അതായത് അവൾ ഓരോ കാര്യത്തിനും ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അവളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട്, ആ കുടുംബത്തിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് ഉറക്കൊഴിഞ്ഞ് ഒരുപാട് കഷ്ടപ്പെടുന്ന ഒരു പെൺകുട്ടിയാണ്. ആദ്യമൊക്കെ അവളുടെ അടുത്ത് എൻ്റെ ഒരു ഈഗോ കാരണം ഞാൻ ദേഷ്യപ്പെട്ടു, പക്ഷേ ഇപ്പോൾ ശരിക്കും എനിക്ക് അവളെ മനസ്സിലാവുന്നുണ്ട്, എന്തോ ഒരു പ്രത്യേകത അവളിലുണ്ട് എന്നൊക്കെ ഉള്ള രീതിയിൽ അജയ് ഇങ്ങനെ മനസ്സിൽ ഓർക്കണം കേട്ടോ. എന്നിട്ട് അജയ് അഞ്ജനയെ ഓർക്കണം, അവളുടെ അടുത്ത് വെറുതെ ആണെങ്കിൽ കൂടിയും ഭൂമിയുടെ കയ്യിൽ ഞാൻ അവളുടെ ഭൂമിയുടെ കയ്യിൽ മോതിരം അണിയും,
നീ വേണമെങ്കിൽ കണ്ടോ എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് അജയ് 2 ദിവസം മുന്നേ അഞ്ജനയുടെ അടുത്ത് നിന്ന് പോയത് കേട്ടോ. അപ്പം ഭൂമി ഇത് അറിഞ്ഞിട്ട് കൂടിയില്ല. എന്നാലും അജയുടെ മനസ്സിൽ അങ്ങനെ പെട്ടെന്ന് പറയാൻ തോന്നി എന്താ എന്നൊന്നും അജയ്ക്ക് അറിയില്ലായിരുന്നു. എന്തായാലും അന്നത്തെ നാളെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് ഏകദേശം ഇതൊക്കെ തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ. പക്ഷേ ഇനിയാണ് നമ്മുടെ കമാൽ ഈ വീട്ടിൽ വരുന്നുണ്ട്. നമ്മുടെ അച്യുതൻ്റെയും അംബികയുടെയും വീട്ടിൽ വരിക. അവർ റെഡിയായി എല്ലാം സെറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ കമാൽ വരുന്നുണ്ട്. അപ്പോൾ കമാൽ ഇത് ആരെ എന്താണെന്നൊന്നും അവർക്കറിയില്ല. അങ്ങനെ അച്യുതൻ്റെ നേരെയാണ് കമാൽ വരുന്നത്. അപ്പോഴേക്കും അംബിക പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നത്. അംബികേനെ ഒരു തള്ളു കൊടുക്കുന്നത്. അംബിക ടേബിളിലൊക്കെ ചെന്ന് ഇടിച്ച് ഭയങ്കര ഒരു സീനും കാര്യങ്ങളാട്ടോ ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ആ വിശേഷത്തിനായിട്ട് നമുക്ക് കാത്തിരുന്നാൽ പോരെ. അപ്പോൾ നാളെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ പ്രൊമോ ഏകദേശം ഇതൊക്കെയാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ കേൾക്കുക, സ്കിപ്പ് ചെയ്യാണ്ട് എന്നെ കേൾക്കുക, ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കണ്ട. അപ്പോൾ ഇതേ നാളത്തെ ഇവർ വിവാഹിതരായാൽ പരമ്പരയാണ് ഞാനിപ്പോൾ പറയുന്നത്. നാളെ കുറേ കൂടെ നേരത്തെ ഇടാൻ നോക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു, ബൈ ബൈ, ഗുഡ് നൈറ്റ്.